ഈ പീസ് ആ പീസ് ഒറ്റക്കാണ് തിന്നോ അല്ലേ? അതല്ലേ സൂര്യ ഉദ്ദേശിച്ചത്? എന്ത് വെറുതെ ഉണ്ടാക്കുന്നല്ല ഉണ്ടല്ലേ? ആര് പറഞ്ഞു കുട്ടികൾ തിന്നണത്? എന്താ ഇത് സാമ്പാറിൽ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു പറഞ്ഞു. അതാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നല്ല ഇത് സാമ്പാറിട്ടപ്പോ ആരും അറിഞ്ഞല്ല, അറിഞ്ഞു കഴിഞ്ഞപ്പോ അതാരും തിന്നില്ല. എനിക്കിഷ്ടം കേട്ടോ വഴുതനങ്ങ ഉപ്പേരി. ഉപ്പേരി ഇഷ്ടമാണ്. വഴുതനങ്ങ ഒരെണ്ണം എടുത്തിട്ടാ മതി, അണക്കുള്ളത് മാത്രം. ഏട്ടും കഴിക്കണ്ടേട്ടാ, കുട്ടിയോള് കഴിച്ചോട്ടെ. എന്താണ് എന്താണ് എല്ലാ വീട്ടിലും ഇങ്ങനെ? അപ്പൊ ഞാൻ ഇന്നാള് വെച്ചില്ലേ, അത് ഒരു പ്രാവശ്യം വെച്ചത് എന്നിട്ടില്ലേ ഈ വഴുതനങ്ങല്ലേ ആ മോര് മാത്രം എടുത്തിട്ട് ആ വഴുതനങ്ങ അവിടെ നിന്നിട്ട് മാറ്റി കളഞ്ഞേക്കുക. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് കഴിക്കാത്ത ആൾക്കാരും കുട്ടികളും കഴിക്കണ ഒരു രീതിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ കുറ്റം പറയും. വഴുതനങ്ങ ഒരു പച്ചക്കറി ഇല്ലേ നല്ലതല്ല ഇല്ല കേട്ടോ. ഈ ഒക്കെ ആൾക്കാർക്ക് ഇങ്ങനെ കൂടുതൽ സാധനങ്ങൾ കിട്ടും കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പറയുക, ഒന്നിനോട് ഇഷ്ടമില്ലാത്തത്. മിതമായി കിട്ടുമ്പല്ലേ എല്ലാറ്റിനോടും ഒരു ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും, അത് കഴിക്കാനൊരു ആവേശം ഉണ്ടാവും. മനസ്സിലായോ? വഴുതനങ്ങ ഇഷ്ടമല്ല, കൈപ്പയ്ക്ക് ഇഷ്ടമല്ല, കോവയ്ക്ക് ഇഷ്ടമല്ല. സൂനിക്ക് ഇഷ്ടമല്ലല്ലോ. ബീൻസ് ഇഷ്ടമല്ല. ദിവസം കൊത്തമരക്ക് എനിക്ക് കൊത്തമര ഞാൻ എല്ലാം കൂട്ടുട്ടോ. ഞാൻ ഇന്നെ കടിക്കാത്തൊക്കെ തിന്നും. ഇറച്ചികളിൽ മാത്രം ചിലത് കഴിക്കില്ല. അതെ, മീനിൽ ഇറച്ചിയിൽ ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലേ മുയൽ, അതേപോലെ തന്നെ നമ്മുടെ താറാവ്, അങ്ങനെയൊക്കെ ഉള്ളതൊന്നും കഴിക്കില്ല. പിന്നെ ഞാനെല്ലാം കഴിക്കുമ്പോൾ എല്ലാവരും പറയും അങ്ങനെ കഴിച്ചിരുന്നു ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ, എൻ്റെ അച്ഛന് ഷാപ്പിലായിരുന്നു കേട്ടോ കറിക്കച്ചവടം. അപ്പോൾ അവിടെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് മക്കൾക്ക് തരാണ്ട് ഇരിക്കുമോ? അപ്പോൾ അത് കൊണ്ടുവന്ന് ചെറുപ്പത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശീലിക്കുന്നത് അത് വലുപ്പത്തേക്കും ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ അമ്മൂട്ടിയാണോ എന്ന് വെച്ചാൽ വേണ്ട പറയും. പക്ഷെ മീനോട് എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നില്ല. ഉണക്കമീൻ, മാന്തൾ, മുള്ളൻ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്രാവ് മീനും എന്താണ് ഇത് വറക്കാനാണേ, ചിക്കൻ വറക്കണ പോലെ വറുത്തരാം. എൻ്റെ അമ്മയുടെ കുട്ടി ഇത് കഴിച്ചിട്ടില്ലേ? ഇന്ന് ഒന്നും പറയാനില്ല, എന്ത് ചെയ്യാറുണ്ട് ആരൊന്നും പറയില്ല. ഇത് വേണ്ട. ഉരുളക്കിഴങ്ങ് വറക്കണോ? സോയാബീൻസ് വറക്കണോ? ഇത് നീ കഴിക്കില്ല? കൊണ്ടാട്ടം പോലെയൊക്കെയെല്ലാം കഴിക്കില്ല? വെറൈറ്റിയിലും കഴിക്കില്ല? ചിക്കൻ വാങ്ങിയിട്ട് കുറച്ചുകൊണ്ട് വറുത്താലോ? അത് നന്നായിരിക്കുന്നു. മീനോ? കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആകെ കഴിക്കണതില്ലേ ചിക്കനാണ് കേട്ടോ. എന്തായാലും അത് ഫുള്ള് എടുത്ത് വെട്ടിക്കോ, രണ്ടാമത് വെട്ടാൻ നിൽക്കണ്ടേ, ഇത് തീർന്നോട്ടെ. അതിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ആണ് പറഞ്ഞാലേ തികയാതെ ഞാൻ രണ്ടാമത് ഉണ്ടാക്കേണ്ടി വരില്ലേ? പിന്നെ എൻ്റെ അമ്മ ഒരു കാര്യം ഞാൻ പറയട്ടെ, ചെരുപ്പ് മാത്രല്ല, എൻ്റെ ചുരിദാർ മാത്രം എടുത്തിടാൻ തുടങ്ങിയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ അതും കൂടി ഇടാൻ തുടങ്ങും. അമ്മൊക്കെ ഇനി +2 കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സാരി എടുക്കാൻ തുടങ്ങും. അപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടില്ല ഏട്ടാ. അവളെന്താ ചെയ്യുന്ന ആലോചിക്കായിരിക്കും. ആര്? അല്ല, എന്റെ ചുരിദാറൊക്കെ അവൾ എടുത്തിട്ട് അയ്യേ, അങ്ങനെയല്ല പറയുന്നത്. അതന്നെ പറഞ്ഞേ, എന്റെ ചുരിദാർ എങ്ങനെ അവളിടാന്? അതല്ല ഏട്ടാ പറഞ്ഞതേ. പിന്നെ എന്തപ്പോ അവളുടെ ഡിഗ്രി എന്റെ സാരി തമ്മിൽ ഒരു ബന്ധം കാണല്ലേ? അപ്പൊ എനിക്ക് അങ്ങനെ ഉടുക്കണമെന്ന്. അതിപ്പോ എടുത്തൂടെ? ഇപ്പോഴോ? ഇപ്പയ്ക്ക് സാരി ഡിഗ്രിക്ക് പോകണം. അപ്പയ്ക്കൊക്കെ ഞാൻ പ്രായമാവില്ലേ, തള്ളയില്ലേ ഒന്നും കൂടിയും. അതിനിപ്പോ സാരി ഉടുക്കുന്നതിന് തള്ള സാരി ഇതൊന്നും ഒരു ബന്ധമില്ല. ഉണ്ട് ഏട്ടാ, ഒരു പ്രായമായി കഴിഞ്ഞാലേ എനിക്ക് സത്യം പറയാച്ചാൽ എൻ്റെ അമ്മയും ഇവിടുത്തെ അമ്മയൊക്കെ വീട്ടിൽ സാരി ഉടുക്കണ ഇഷ്ടം കേട്ടോ. നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ ആ ഭാഗത്തൊക്കെ ആദ്യം മുണ്ടും ജാക്കറ്റാണ് കൊടുത്തിരുന്നത്. ഇപ്പം എല്ലാവരും ഈ നെയ്റ്റി അല്ല, ഈ പോളിസ്റ്ററും കോട്ടനും പാടെ കൂടിയിട്ടുള്ളൊരു സാരിയില്ലേ, ആ സാരി കൊടുത്തിട്ട് ആ സാരി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ സാരി കൊടുത്തിട്ടൊരു ഇവിടെ ഒരു കുത്തിയിട്ട് അവർ അടുക്കള പണിയെടുക്കുന്നുണ്ട്. അതൊക്കെ എന്തോ ഒരു രസമാണ് വെച്ചിട്ടാ. ഇപ്പോഴും ഉണ്ട്. പിന്നെന്താ, ഞങ്ങളുടെ അവിടെയുള്ള ചില വിഭാഗം ആൾക്കാർ അത് കണ്ടാൽ തന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് മുണ്ടിക്ക് മാറും. അതിൻ്റെ മുമ്പ് ഈ ഓയിൽ സാരിക്ക് മാറും.
അത് കാണാൻ തന്നെ ഒരു ഐശ്വര്യം കേട്ടോ. പക്ഷെ രാവിലെയൊക്കെ ഇപ്പം ഒക്കെ എല്ലാവരും ഈ നെയ്റ്റിയിലല്ലേ. നെയ്റ്റി ഇഷ്ടമല്ല എന്നല്ല കേട്ടോ പറയുന്നത്. എനിക്കങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നും. ഓരോ മനുഷ്യനും ഓരോ സമയത്ത് ഓരോ തോന്നലുകളല്ലേ ചേട്ടാ. ആ നിനക്ക് ഇഷ്ടമല്ല അങ്ങനെ? നിനക്ക് ഒരു കാഴ്ചപ്പാടില്ല എന്നെ പോലെ ജീവിക്കണം എന്നൊക്കെ ഇല്ലേ? പിന്നേന്നോ എനിക്കുണ്ട് കേട്ടോ. അവൾക്കുണ്ട്. അവൾ ഉച്ച 1 മണി കഴിഞ്ഞാൽ കട്ടൻ ചായ കുടിക്കും, 4 മണിയായി ചോറ് തിന്നും, ഒക്കെ തലേന്ന് അവൾ ചെയ്യും. എനിക്ക് ഇങ്ങനെ ആകുമ്പോൾ എന്താ തോന്നുന്നറിയോ, എനിക്ക് എന്തെങ്കിലും തിന്നാനാ തോന്നുന്നു ചേട്ടാ. ഞാൻ വേദനയുടെ മരുന്ന് കഴിക്കുകയും ചെയ്യും. ഞാൻ എന്നിട്ട് അനിയൻ്റെ അടുത്ത് പറയാം, അനിയേട്ടാ പാരസെറ്റമോൾ മുഴുവൻ കൊടുത്ത് തിന്നും, ഉപ്പുള്ള സാധനം ചായയും പാരസെറ്റമോളും കൂടി തിന്നും. നോക്കട്ടെ എൻ്റെ കിഡ്നി മറ്റേ അടിച്ചു പോയോ നോക്കുന്നു. പിന്നെ പാരസെറ്റമോൾ നല്ലതാ. വത്സലടുത്ത് കുറച്ച് മാങ്ങ പറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് മാങ്ങ പറിക്കട്ടെ. ഉപദേശിച്ച് കൊല്ലുന്നേ പറഞ്ഞില്ലേ. എനിക്കാണ് പറഞ്ഞു വെച്ചല്ലേ ഭയങ്കര എന്താ ഇങ്ങനെ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴും ഈ മൈഗ്രെയിനും ഉള്ളത് കൊണ്ട് ഭയങ്കര തലവേദന. ഇന്നലെ ഒരു രസമുണ്ടായി. ഞങ്ങള് വൈകുന്നേരത്ത് ദോശ കഴിക്കാൻ കയറി പറഞ്ഞില്ലേ എല്ലാവരും പാടെ. ദോശ കഴിക്കാൻ പോയപ്പോൾ അതിൻ്റെ അപ്പുറത്തുണ്ട് 2 ചെക്കൻ കുട്ടികളില്ലേ, നമ്മുടെ വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണു. അത് സൗണ്ട് വെച്ചിട്ട് ഞാൻ എന്നിട്ട് എൻ്റെ ഫോൺ അവിടെ പുറത്ത് വെച്ചേക്കാം. അപ്പോൾ ഫോണിൽ നിന്ന് ഇനി ഇവരുടെ കൈ തട്ടിയിട്ട് എന്തൊക്കെയാണോ പറഞ്ഞിട്ട് അമ്മ എൻ്റെ ഫോണൊന്ന് എടുക്കുക പറഞ്ഞു. എൻ്റെ ഫോൺ എടുത്തിട്ട് നോക്കിയപ്പോൾ എൻ്റെ ഫോണിലും അല്ല ഏട്ടൻ്റെ ഫോണിലും അല്ല. പിന്നെ നമ്മളെ റോട്ടിക്ക് നോക്കിയപ്പോൾ ഉണ്ട് ആരുടെ നമ്മുടെ അപ്പൂൻ്റെ പ്രായമുള്ളൂ ചേട്ടാ. അപ്പൂൻ്റെ പ്രായമുള്ള 2 കുട്ടികളും ഏട്ടൻ്റെ ആ പിറന്നാളിൻ്റെ വീഡിയോ അല്ലേ, ആ വീഡിയോ കണ്ടേക്കണു. ഇന്നെ കണ്ടിട്ടില്ല അവര്. നമ്മളെ കണ്ടിട്ടില്ല ചേട്ടാ. നമ്മളെ കണ്ടില്ലേ അറിയില്ല, നമ്മളെ മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ലാതെ എന്താ പറയും എന്താ എന്നിട്ട് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ കണ്ട് നമ്മളെ കണ്ടത് മനസ്സിലായില്ല പറഞ്ഞാൽ നമ്മള് ചായക്കട ഉള്ളിരിക്കുന്നുണ്ട്, അവര് പുറത്തിരിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അവര് പാഴ്സൽ വാങ്ങാൻ വേണ്ടിട്ട് വന്നേക്ക പൊറോട്ട. അപ്പൊ 2 പ്രതീക്ഷിക്കില്ലല്ലോ ഇപ്പൊ നമ്മളെ എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ചെക്കൻകുട്ടി ഇന്നെ കണ്ടു. അപ്പൊ കുട്ടി കണ്ടപ്പോ അത് വേഗം ചിരിച്ച് നിന്നിട്ട് അവര് വേഗം പോയി അവിടുന്ന്. 12 മണിയുടെ ബസ്, ഒരു 4-5 പേരുണ്ട്. അതാണ് ചന്തള്ള പെണ്ണുങ്ങളെ കിട്ടാനേ ഭാഗ്യമൊന്നും വേണ്ട ചേട്ടാ. ഭംഗിയില്ലേടി സുകന്യേ നമ്മുടെ പെരുമാറ്റത്തിലാണ്. അല്ലാതെ നമ്മൾ ഒരുപാട് തടി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് തടിച്ച് സ്ലിമ്മായി അരയ്ക്ക് മുടി നമ്മുടെ തടിച്ച് സ്ലിമ്മായി അല്ല, ഒരുപാട് തടിയുള്ള ആൾക്കാരാണോ ചില സ്ലിമ്മായി അങ്ങനെ കുലിങ്ങനെയുള്ള ആളാണ് സൗന്ദര്യം എന്നൊന്നല്ല. അവരുടെ പെരുമാറ്റം, ഒരു മനുഷ്യനോടുള്ള പെരുമാറ്റമാണ് എല്ലാവർക്കും അവരുടെ ഭംഗി കൂടുതലായി തോന്നുന്നത്. അല്ലാതല്ലേ കുറേ ചന്തണ്ടായിട്ട് ചാടിക്കളിക്കുന്ന സംഭവങ്ങളാണോ വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ ഞാൻ എനിക്ക് വിചാരിക്കുന്നു എന്താ ഇപ്പൊ ഒരു വീട്ടില് എന്താ ഒരച്ഛനും അമ്മയും അച്ഛനും അമ്മയും വിചാരിച്ചേട്ടാ. അവർക്ക് ഇപ്പം തന്നെ മക്കളുണ്ട്. അവരുണ്ടാകുമ്പോൾ മക്കൾ ഏത് സമയം നല്ല ചന്തണ്ട് പറഞ്ഞിട്ട് ആൾക്കാർ അയ്യേ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നേക്കാൾ നല്ലതാണോ അടക്കത്തിലും ഒതുക്കത്തിലും നല്ല എല്ലാവർക്കും സ്നേഹമുള്ള രീതിയിൽ ജീവിക്കുന്നത് കാണാനാണോ നല്ലത്? അപ്പം അതാണ് ഭംഗിയിലും ആൾക്കാർ നമ്മളെ കുറ്റം പറയാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. സോനി അവരവരുടെ പണി നോക്കി പോട്ടെ. ഇതിൽ മീറ്റ് മസാല നീ എന്തൊരു ചന്തല്ലേ. ഷോർട്സ് ഇനി ഇതില്ലേ നമുക്ക് തിരുമ്പിയിട്ട് ഒരു കുറച്ച് നേരം വെക്കാം കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം തന്നെ വറുക്കുക. നമുക്ക് പിന്നെ എന്തിനാ സമയമുണ്ടല്ലോ ഇഷ്ടംപോലെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കണം. 12 മണിയായിട്ടേ ഉള്ളൂ. ഇത് വെറുതെ മാങ്ങയിലും മുളകും ഉപ്പും ഇടാൻ വിചാരിച്ചിട്ടേ നമ്മുടെ മത്സരത്തിൻ്റെ മൂച്ചിത്തെ മാങ്ങയാണ് കേട്ടോ. നല്ല മാങ്ങ പഴുത്ത് കഴിഞ്ഞാലേ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിച്ചേ ഭഗവാനെ ഇതിന് ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചു കേട്ടോ. അവരുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടും. ഇപ്പോൾ
ഞാൻ ചെമ്മീനും കൊണ്ടേ ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞപ്പോൾ 4 ഇങ്ങനെ ഉപ്പും മുളകും തിരുമ്പിയിട്ട് പെട്ടെന്ന് കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞേ. അപ്പം ഇന്ന് കുട്ടികളുള്ളതും കൊണ്ട് അവർക്ക് പപ്പടമോ വേണം. പപ്പടവും കാച്ചിയ അതും. മക്കളുണ്ട് പറഞ്ഞാൽ പരീക്ഷ തുടങ്ങിയില്ലേ. അപ്പോൾ നമ്മൾ ചീത്ത പറയും കേട്ടോ. ചീത്ത പറയുക പറഞ്ഞാൽ പഠിക്കുക പറഞ്ഞിട്ടേ. അപ്പോൾ മക്കൾ വിചാരിക്കും എന്ത് ഈ അമ്മയും അച്ഛനും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പഠിക്കുക. അപ്പം ഞാൻ പറയും എൻ്റെ പോലെ ആവരുത് പറയും. അപ്പോൾ ഏത് കൂടെ നീച്ചു പോകുകയെന്നറിയില്ല കേട്ടോ. സ്ഥിരം ഡയലോഗായതുകൊണ്ട് അവിടെ കുഞ്ഞു കരയാണ് കേട്ടോ. വെറുതെ വേലയ്ക്ക് കൊണ്ടുപോകാത്ത അമ്പലപ്പാറ വേലുണ്ട്. അനിയൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് അനിയൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. എന്താ നമ്മൾ പിന്നെ പൂരപ്രാന്തില്ലാത്ത ഒരാൾ ആയതും കൊണ്ട് ഏട്ടനെ ആരും പൂരത്തിന് വിളിക്കില്ല. വിളിച്ചാൽ ഏട്ടൻ എന്തെങ്കിലും മുടക്കങ്ങൾ പറഞ്ഞിട്ട് പോവാതിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ്. ചേട്ടൻ്റെ കൂട്ടുകാരൻ സുരേട്ടൻ വന്നിട്ട് പരിയനം പറ്റ കവിക്ക് പോവുക പറഞ്ഞു. ഞാനും പറഞ്ഞു കുറേ നേരം ആടാ കുറച്ച് കേട്ടെ പറഞ്ഞിട്ട് മൂപ്പരാളുടെ പൂരത്തിന് പോക്കും മുടക്കി. അനിയേട്ടനും പൂരത്തിന് പോകാൻ പറ്റിയില്ല. എന്താ ചാത്തപ്പാനോ ഇത്? വേണോ ചാത്തപ്പ? അവിടെ ഒരു പാത്രം എടുത്തിട്ട് വാ ചാത്തപ്പ, എടുത്തിട്ട് വാ. അപ്പോൾ എന്താ ഞാനേ അത് കഴിഞ്ഞിട്ടില്ലേ കുറച്ച് നേരം അവിടെ പോയിട്ട് ഇരുന്നു കേട്ടോ. ഇതിങ്ങനെ മസാല തിരുമ്പി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ വറക്കണതാണ്. അപ്പോൾ ആ കിച്ചുവിന് വേണം പറഞ്ഞിട്ടേ നമുക്കിത് ഓരോരുത്തർക്ക് ഇങ്ങനെ ചൂടോടെ ഉണ്ടാക്കാമല്ലോ. കുഞ്ഞു വാ. എവിടെ പാത്രം കിട്ടിയില്ല? അച്ചു വേണ്ടച്ചു വെയ്യാണോ? ആ ഇതിന്റെ കുഞ്ഞുവിന് കിട്ടിയതാണ് കേട്ടോ. സമ്മാനം കിട്ടി. എന്തിനു കിട്ടിയതാ കുഞ്ഞാ പറഞ്ഞു കൊടുക്ക്. മിഠായി പെറുക്കലിന് കിട്ടിയതാണ് കേട്ടോ. എവിടെ പോയി മിഠായി പെറുക്കാൻ പോയി? കുഞ്ഞ് അമ്മമ്മയുടെ വീട്ടില് മിഠായി പെറുക്കിട്ട് ആരാ അമ്മമ്മേ? ചായയുടെ കടിയത് അതെടുത്തോ. എൻ്റെ കുട്ടിക്ക് ബുദ്ധി വന്നു. വയ്യ എന്താണ് നാട്ടാ. ഇതെങ്ങനെയുണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയതൊക്കെ കഴിച്ചു? ഇങ്ങനെയല്ലേ കുട്ടിക്ക് സ്കൂളിൽ കൂട്ടുകാർ കൊണ്ടുവരിക? ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട്. എന്താ ഇവിടെ എല്ലാവരും എന്താ അങ്ങനെ ചെയ്യട്ടോ. സതിയേട്ടനാണോ വെച്ചാലല്ലേ സാമ്പാറൊക്കെ ആണോ വെച്ചാൽ നല്ല മണം നോക്കും. മണം നോക്കിയിട്ട് ആ മണം എന്താ നല്ലതാണോ എന്ന് വെച്ചാൽ പറയും നല്ലതാണ് പറയും. അതെങ്ങനെയാണ് കായൊക്കെ നല്ല അല്ലേ? കായത്തിൻ്റെയൊക്കെ നല്ലൊരിത് വേണം. അത് കഴിച്ചു നോക്കാണ്ട് എങ്ങനെയാ അമ്മുട്ടിയെ അറിയുക? കുറച്ചല്ലോ എന്താ വെച്ചാ നിങ്ങൾ കാണ് ഫേസ്ബുക്കോ അതന്നെ. ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ആരാന്നറിയോ? വീട്ടിലുള്ളവരെന്നെ. അപ്പോൾ മാങ്ങച്ചാറും വഴുതനങ്ങ വറുത്തതും. എന്തേ വഴുതനങ്ങ പറ്റിയില്ലേ? അതെ വഴുതനങ്ങ പോണ്ടല്ലേ. അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. രണ്ടുപേരും പാടെ അടിയുണ്ടാക്കി കളിച്ച് അടി ഇട്ടു കേട്ടോ.